കോട്ടയത്ത് മീൻ പിടിക്കുന്നതിനിടെ വള്ളം മുങ്ങി 2 പേർ മരിച്ചു. കൊല്ലാടിന് സമീപം പാറയ്ക്കൽ കടവിലാണ് അപകടം. പാറയ്ക്കൽ കടവ് സ്വദേശികളായ ജോബി, പൊളച്ചിറിയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, 2 ജീവനുകളാണ് പൊലിഞ്ഞത്. എപ്പോഴായിരുന്നു സംഭവം? സുരേഷ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി കോട്ടയത്തിൻ്റെ പലയിടങ്ങളിലായി വെള്ളക്കെട്ടും എല്ലാം തന്നെ രൂക്ഷമാണെങ്കിലും ഇത്തരത്തിലൊരു അത്യാഹിതം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 പേർ മരിച്ചിരിക്കുകയാണ്. എനിക്ക് വശത്തായിട്ട് കാണുന്ന ഈ പാടശേഖരത്താണ് 2 മണിയോട് കൂടി അപകടമുണ്ടാകുന്നത്. ഈ അപകടത്തിൽ 2 പേർ മരിച്ചിരിക്കുന്നു. വലിയ ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ നാടിനൊന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാറയ്ക്കൽ കടവ് സ്വദേശികളായിട്ടുള്ള 36 വയസ്സുള്ള ജോബി, അതുപോലെ തന്നെ പോളച്ചിറിയിൽ അരുൺ സാം 37 വയസ്സുണ്ട്. ഇരുവരുമാണ് മരിച്ചത്. ഈ 3 പേർ ചേർന്ന് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അങ്ങേ അറ്റത്തു നിന്ന് വള്ളത്തിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്തേക്ക് തുഴഞ്ഞു വരികയായിരുന്നു. ഏതാണ്ട് നടുഭാഗത്തെത്തിയപ്പോൾ ശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടാവുകയും ആ കാറ്റിൽ ഈ ഫൈബർ വെള്ളമാണ് അവർ ഉപയോഗിച്ചത്. വളരെ ചെറിയൊരു വെള്ളമായിരുന്നു. ആ വെള്ളം മറിഞ്ഞ് 3 പേരും വെള്ളത്തേക്ക് വീഴുകയാണ് ചെയ്തത്. പക്ഷേ 3 പേരിൽ ഉണ്ടായിരുന്ന ഒരാൾ, ജോഷി എന്ന് പറയുന്ന ആൾ, ഈ വള്ളത്തിൽ പിടിച്ചു കിടന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളെല്ലാം തന്നെ പറയുന്നത്. ഈ ജോഷിയുടെ സഹോദരൻ ജോബി മരിച്ചവരിൽ 2 പേരിലുണ്ട്. പിന്നെ അരുൺസാമാണ് മരിച്ചത്. നമ്മോടൊപ്പം ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം സിബി കൊല്ലാട് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ചേട്ടാ ഉണ്ടായത്? ഇന്ന് ഉച്ചയ്ക്ക് ഒരു 2:30 മണിയോടുകൂടി ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറമുള്ള ചെറിയ വള്ളത്തിൽ അവർ മീൻ പിടിക്കാനായിട്ടുള്ള ഇതിലായിട്ട് 3 പേരും കൂടെ വരികയായിരുന്നു. വന്ന സമയത്ത് ഇവിടെ തൊട്ടടുത്താറായപ്പോഴത്തേക്കിന് ഇത് കാറ്റ് വന്ന് വള്ളം മറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ രക്ഷപ്പെട്ട ആൾ നീന്തറിയായിരുന്നു. മറ്റു 2 പേർക്ക് നീന്തറിയാനും മേലായിരുന്നു. അത് തന്നെയല്ല, ആ വള്ളത്തിലുണ്ടായിരുന്ന ഉടക്കുവല ഉണ്ടായിരുന്നു. ഉടക്കുവല അവരുടെ കാലിൽ ചുറ്റി. അത് കാരണം അവർക്കൊട്ടും നീന്തിയാൻ മേലായിരുന്നു. ജോഷി കുറച്ചൊക്കെ ഒന്ന് ശ്രമിച്ചു. ജോഷി തന്നെ നീന്തി കരയ്ക്ക് വന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായ കാര്യം പറയുന്നത്. നല്ല മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാവരും കൂടെ വന്ന് എടുത്തു. ഒരാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. പക്ഷേ പോയ വഴിക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേന് പുതുപ്പള്ളി പള്ളിയുടെ പാറാട്ട് ആശുപത്രിയിലാണ് ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കിന് 2 പേരും ഡെത്തായി. അവിടെ വരുന്നു പോലീസും മറ്റു കാര്യങ്ങളും വന്ന് കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് ബോഡി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണോ ഇത്? ഇതിനു മുമ്പ് ഇവിടെ വെള്ളം കയറുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷവും ഒക്കെ മരണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ദേശീയ ഉത്സവം പോലെ ഒരു ഊത്തപിടുത്തത്തിൻ്റെ ഒരു സ്ഥലമാണ് പാറയ്ക്കക്കടവ്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഊത്തപിടുത്തം നിരോധിച്ചത് കൊണ്ടാണ് അത് വളരെ കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചൂണ്ടയിടുവാനും വടക്കുവലയിലും ഒക്കെ ആയിട്ട് ആൾക്കാർ പിടിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അവർ വന്നത്. ഏതായാലും നാട്ടിലെ 2 ചെറുപ്പക്കാരാണ് മരിച്ചത്. വളരെ ദുഃഖകരമായ കാര്യമാണ്. നാളെ അതിൻ്റെ ഇൻക്വസ്റ്റ് കാര്യങ്ങൾ നടത്തി അതിൽ ഒരാളുടെ വീട്ടിൽ വെള്ളം കയറി കിടക്കുകയാണ്. ബോഡി വെക്കാൻ പോലും അസൗകര്യമുണ്ട്. അത് ഞങ്ങൾ അവരുടെ ഒരു ബന്ധു വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് ക്രമീകരിക്കാനായിട്ട് നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് ഈ ജോഷിയുടെ വീട്ടിലാണ് വെള്ളം കയറി കിടക്കുന്നത്. അന്നേരം ജോഷിയുടെ അനിയനാണ് മരിച്ചിരിക്കുന്നത്. അത് ബോഡി വെക്കാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ അടുത്ത ദിവസം ചെയ്യും. നാളെ എന്നായാലും രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം ഉള്ള നടപടികൾ ആരംഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. ഇവിടെ വെള്ളക്കെട്ടെല്ലാം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ ഈ പ്രദേശങ്ങളിൽ. ഇവിടെ വെള്ളം മഴ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം ഇത് തോടും കണ്ടുമായി ഒരുപോലെ കിടക്കുക. കാരണം ഇത് തോട് കവിഞ്ഞ് ഒഴുകിയിരിക്കുകയാണ്. മഴ നിൽക്കുന്നില്ല. മഴ നിന്നാൽ മാത്രമേ വെള്ളം താഴോട്ട് ഒഴുകി ഇത് ഒഴിവായി പോകുള്ളൂ. വെള്ളക്കെട്ടാണ് കൂടുതലായിട്ടുള്ളത്. പ്രദേശത്ത് ആളുകൾ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തടസ്സം എന്തെങ്കിലും, അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയെങ്കിലും? അല്ല, അങ്ങനെ ഇവിടുന്ന് ചെറിയ പോയത്. അവരങ്ങ് ദൂരെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന്, ജോഷിയുടെ വീട്ടിൽ നിന്നാണ് വള്ളത്തേൽ ഇവിടം വരെ വന്നത്. അന്നേരം മറ്റാരും ഇത് കണ്ടില്ല. കാരണം ഉച്ച സമയമാണ്, 2:30 മണിയോടുകൂടിയാണ്. മറ്റാരും ഇത് കണ്ടില്ല. നാട്ടുകാരും അന്നേരം ഇവിടെ ഇല്ല. ഇത് മഴയായിരുന്നു. വീശുകാരൊക്കെ ഇതിൻ്റെ പാലത്തിൻ്റെ അടിയിലായിരുന്നു. പിന്നെ ജോഷി വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. അന്നേരം അതിൻ്റെ ബാക്കി നടപടിയിലേക്ക് പോയി. പക്ഷേ 2 പേരെയും രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. നാട്ടുകാർ ചേർന്നാണോ അതോ എടുത്തത്? വന്നു, ഫയർഫോഴ്സും വന്നു. ഒരാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും 2 പേരും വെള്ളം കൊഴി. 2 പേർക്ക് കുറച്ച് അറിയാൻ മേലാത്തവരാണ്. ഒരു ധാരണാന്ത്യമാണ് സംഭവിച്ചിട്ടുള്ളത്.
സിബി ജോൺ കൊല്ലാടാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇത്തരത്തിൽ വലിയ ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വല കാലിൽ കുടുങ്ങിയതിനാലാണ് ഈ രണ്ടു പേർക്കും അങ്ങോട്ട് നീന്തി ഈ കരയിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കാണുന്ന ഇടത്താണ് വള്ളം മുങ്ങിയത്. ആ മധ്യഭാഗത്ത് മരത്തിന് ഇടയിലൂടെ കാണുന്ന ഭാഗത്ത് നിന്നാണ് അവർ അങ്ങേ കരയിൽ നിന്നായിരുന്നു അവർ ഇങ്ങോട്ട് എത്തിയത് എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ആരും അത് ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങേ ഭാഗത്തു നിന്ന് കടന്നു വന്നിരുന്ന ആളായതിനാൽ അത്തരത്തിൽ ഒരു കാറ്റിൽ ഈ ഫൈബർ വെള്ളം മറിയുകയാണ് ചെയ്തത്. ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. 3 പേരിൽ ഒരാൾ രക്ഷപ്പെട്ടു, ബാക്കി 2 പേർ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഈ മഴക്കെടുതിയുടെ ഭാഗമായുള്ള ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മഴ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇപ്പോൾ ഇതോടൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഉച്ചവരെ ശക്തമായിട്ടുള്ള മഴ പലയിടങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മഴയൊന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു ഘട്ടത്തിൽ കൂടിയായിരിക്കാം ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് വേണ്ടി മീൻ പിടിക്കുന്നതിന് വേണ്ടി ഇവർ എത്തിയത്. ചൂണ്ടയും വലയുമായിരുന്നു എത്തിയത്. ആ ചൂണ്ടയും വലയും തന്നെ ഇവർക്ക് രക്ഷപ്പെടുന്നതിന് വിലങ്ങുതടിയായി. കാലിൽ ഈ വല കുടുങ്ങിയതുകൊണ്ടാണ് അവർക്ക് നീന്താൻ കഴിയാതിരുന്നത് എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളെല്ലാം തന്നെ പറയുന്നത്. മൃതദേഹം പുതുപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റ് നടപടികളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷം നടത്തുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം. ശരി, 2 ജീവനുകളാണ് പൊലിഞ്ഞത്. മിഥുനീപനാണ് വിവരങ്ങൾ നൽകിയത്.